കേരള പബ്ലിക് എന്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെന്റ് ബോർഡ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. കേരള പബ്ലിക് എന്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെന്റ് ബോർഡ്, KPESRB എന്ന് പറയുന്ന ഒരു സ്ഥാപനം. ഇവരുടെ ജോലി എന്ന് പറയുന്നത് ഇവരുടെ ഒരു ഏതെങ്കിലും പബ്ലിക് എന്റർപ്രൈസസിൽ ഇതുപോലെ വലിയ പോസ്റ്റുകളിലേക്കുള്ള നിയമനം വരുമ്പോൾ PSCയെ കൊണ്ട് ചെയ്യിപ്പിക്കാതെ നേരെ ഇവർ വലിയ ആളുകളാണല്ലോ, അതുകൊണ്ട് ആ രീതിയിലേക്ക് ഒരു ഇൻ്റർവ്യൂ നടത്തി അങ്ങ് എടുക്കണം. അവർ ആദ്യം ടെസ്റ്റ് നടത്തുക, ഇൻ്റർവ്യൂ നടത്തുക, പിന്നെ അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. അങ്ങനെ ഈ ആളുകളെ അങ്ങോട്ട് തിരഞ്ഞെടുക്കും. KCBയിൽ 3 ഡയറക്ടർമാരെ തിരഞ്ഞെടുക്കണം. അപ്പോൾ അതിനിവിടെ ഗവൺമെൻറ്റിന് കഴിവില്ല ഇങ്ങനെ എടുക്കാൻ. പിന്നെ KCBക്ക് അതിനുള്ള ആരോഗ്യമില്ല. പിന്നെ PSCക്കകത്ത് ഒരുപാട് പേരുണ്ട്. അവർ പ്യൂണന്മാരുടെയും സ്വീപ്പർമാരുടെയും ഒക്കെ നിയമനമായിട്ടിരിക്കുകയാണ്. ഓരോരുത്തർക്കും ഏതാണ്ട് 4-5 ലക്ഷം രൂപയുടെ വരുമാനം ആ മെമ്പർമാർക്ക് 22 പേർക്ക് കൊടുക്കുന്നുണ്ട്. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും വീതിച്ച് എല്ലാ ഈർക്കൽ പാർട്ടികൾക്കും കൊടുക്കുന്നുണ്ട്. അത് നിയമിക്കാനായിട്ട്, അതായത് അതിൽ ആക്കാൻ വേണ്ടി ഓരോ രാഷ്ട്രീയ പാർട്ടിയും അതിനകത്ത് വലിയ കോടിക്കണക്കിന് രൂപയും വാങ്ങിക്കുന്നുണ്ട് അവരുടെ നിന്ന്. അതൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അതൊന്നും അഴിമതിയല്ല കേട്ടോ, ഇതൊന്നും അഴിമതിയൊന്നുമല്ല, നല്ല കാര്യമാണ് നടക്കുന്നത്. അങ്ങനെ ഒരു നല്ല കാര്യം നമ്മളിപ്പോൾ കണ്ടത് ഈ KPESRBക്ക് അവർക്ക് ഈ നിയമിക്കാനായിട്ട് തിരഞ്ഞെടുക്കാനുള്ള ഒരു നടപടി നടത്താനായിട്ട് കൊടുത്തു. അവർ വളരെ കഷ്ടപ്പെട്ടവർ കണ്ടുപിടിച്ചു. 3 ഡയറക്ടർമാരെ കണ്ടുപിടിച്ചത് ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. പക്ഷേ ആ ഒരു ഡയറക്ടറെ കണ്ടുപിടിക്കുന്നതിന് ഒരു 8 ലക്ഷം രൂപ, വേറെ കുഴപ്പമൊന്നുമില്ല, ഒരു ഡയറക്ടർക്ക് 8 ലക്ഷത്തിന് മേളിൽ. അങ്ങനെ 24 ലക്ഷത്തി ശിഷ്ടം രൂപ ഈ 3 മെമ്പർമാരെ, 3 ഡയറക്ടർമാരെ കണ്ടുപിടിക്കാനായിട്ട് ഇവർ ബില്ല് കൊടുത്തു. അത് പാസ്സാക്കി റെഡിയാക്കി ഇപ്പോൾ കാശ് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ KCBയിൽ ഈ ഡയറക്ടർമാരെ കൊണ്ടുവച്ചിട്ട് ഈ വെള്ളാനകളെ കൊണ്ടുവെക്കുന്നതിന് അവരെ തിരഞ്ഞെടുക്കാൻ അവർക്ക് കൊടുക്കുന്ന ശമ്പളമൊന്നുമല്ല, അതിന് വലിയ തുക ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അവർക്ക് വലിയ ആനുകൂല്യങ്ങളും വലിയ തുകയും, ബോർഡ് വെച്ച കാറും യൂണിഫോം ഇട്ട ഡ്രൈവറും പിന്നെ അതിന് വേണ്ടിയുള്ള കാര്യങ്ങളും അനുസാരികളെല്ലാം നടന്നുകൊണ്ടിരിക്കും. അതൊക്കെ വേണം, അതൊക്കെ ഉണ്ട്, അത് വേറെ കാര്യം. ഇതൊക്കെ കൊടുക്കേണ്ട ആരാ? ഈ കറണ്ട് ഉപയോഗിച്ച് എടുക്കുന്ന നികുതിദായകരായിട്ടുള്ള ആളുകൾ. അവരുടെ മണ്ടയിലോട്ടോ ഈ 24 ലക്ഷത്തിനും അവർ സമാനം പറയണം. അതാണ് കാര്യം. ഉപഭോക്താക്കൾ, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അവർ സമാനം പറയണം. ഇതിനും ഇത്രയും തോന്നിവാസം കാണിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തിനാ ഈ PSC എന്ന് പറയുന്ന സ്ഥാപനം? കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പിരിച്ചുവിടണം യഥാർത്ഥത്തിൽ. കാരണം ആ വെള്ളാനകളെ അങ്ങ് പിരിച്ചു വിട്ട് കഴിഞ്ഞാൽ ഈ ആർക്കും ഒരു ജോലിയും കൊടുക്കത്തില്ല. ആ ജോലി കൊടുക്കാൻ എളുപ്പമുള്ള മാർഗം ഒന്നുമില്ല. SFIയോ അല്ലെങ്കിൽ DYFIയോ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ അതല്ലേ നല്ലത്. അല്ലാതെ ഇതിങ്ങനെ തിരഞ്ഞെടുക്കേണ്ട കാര്യമില്ലല്ലോ. കാരണം അത് അവരെ എടുപ്പിക്കാൻ വേണ്ടി ഇവരെ അവിടെ കയറ്റിയിരുത്തേണ്ട കാര്യമുണ്ടോ? ഒന്നുമില്ല. അപ്പോൾ അതിന് നല്ലത് DYFI കാരനാണോ? എത്ര നാളുകൊണ്ട് DYFIയിലുണ്ട്, എത്ര പേരെ തള്ളിയിട്ട് അടിച്ചിട്ടുണ്ട്, ആരെയൊക്കെ ചവിട്ടി കൂട്ടിയിട്ടുണ്ട്, ഈ കണക്കെടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ അവരെ നിയമിക്കാം. അതിന് പകരം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്ന ഈ സ്ഥാപനത്തെ കൊണ്ട് എന്താ പ്രയോജനം? ഞാൻ പറഞ്ഞതുപോലെ, അതായത് ഓഫീസ് അറ്റൻഡൻറ്റ്, നമ്മൾ പിയൂണെന്നും പണ്ട് പറയുന്ന ആ പോസ്റ്റിലേക്കുള്ളത്, സ്വീപ്പർ പോസ്റ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഉള്ളത്. പണ്ട് സ്വീപ്പർ പോസ്റ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ വന്നുകൊണ്ടിരുന്നത് നമ്മുടെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നിന്നാണ് ഈ പേര് വാങ്ങിച്ചുകൊണ്ടിരുന്ന ഓരോരുത്തരും. ഇപ്പോഴും അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറയപ്പെടുന്നു. പക്ഷേ അതെല്ലാം ഒരുപാട് തോന്നിവാസങ്ങളാണ് നടക്കുന്നത് മുഴുവൻ. അത് സ്വജനപക്ഷപാതമൊക്കെ അതിനകത്ത് നടക്കുന്നു. ആ രീതിയിലേക്ക് പോകും കാര്യങ്ങൾ. ഈ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നിന്ന് ആർക്കൊക്കെ ഇപ്പോൾ ജോലി കിട്ടുന്നുണ്ട്? പണ്ട് എത്രയോ പേർക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ട് ഒരു സ്ഥാപനമാണെന്നറിയോ? ഇന്നതില്ല. പക്ഷേ ആ സ്ഥാപനങ്ങളുണ്ട്. കാരണം അതിലിരിക്കുന്ന ആളുകൾക്കൊക്കെ പണം വേണം, കാശ് വേണം, അവർക്ക് ശമ്പളം കൊടുക്കണം, എല്ലാം വേണം. അതൊക്കെ നിർബന്ധമായിട്ട് വേണം. ട്രഷറി പറ്റി വരണ്ടിരുന്നാലും കാര്യമില്ല. അതേപോലെയാണ് KCBയുടെ കാര്യം പറഞ്ഞത്. KCB ഒരു കാരണവശാലും ഈ പവർ വിൽക്കുന്നവർക്ക് ഈ കടം വരാൻ പറ്റുന്നതല്ല. കാരണം ഇവിടുത്തെ അതിൻ്റെ ഉൽപ്പാദന ചെലവ് നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. ഇവിടെ നിന്ന് നമ്മുടെ കേരളത്തിലെ ഉൽപ്പാദന ചെലവ് മുമ്പ് ഈ NTPCന്ന് കറണ്ട് വാങ്ങിക്കൊണ്ടിരുന്നപ്പോൾ അതിന് നല്ല വിലയാവുമായിരുന്നു, തെർമൽ പവർ കോർപ്പറേഷൻ. ഇപ്പോൾ അതല്ല, ആ രീതി വരുന്നില്ല. അപ്പോൾ അതിനൊന്നും അവരൊന്നും വാങ്ങിക്കുന്നില്ല. അവർക്ക് വാങ്ങിക്കുന്നതിന് പകരം അവർക്ക് ഇഷ്ടംപോലെ പണം അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്, കോടിക്കണക്കിന് രൂപ അങ്ങനെ കൊടുക്കണം. അതുണ്ട്. അതല്ല, അവിടെ നിന്ന് കറണ്ട് വാങ്ങിക്കുന്നില്ല. പിന്നെ ലാഭത്തിന് കറണ്ട് എവിടെ നിന്നൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു ആ കോൺട്രാക്ട് മുഴുവൻ റദ്ദാക്കി, അങ്ങനെ റെഡിയാക്കി സൂപ്പാക്കി എടുത്തു. പിന്നെ ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഉൽപ്പാദനം നടക്കുന്നത് മൂലമറ്റം, ഇടുക്കി, ആ ജലവൈദ്യുത പദ്ധതി. അത് ജലവൈദ്യുത പദ്ധതിയാണ്.
അതിന് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ, അതിൻ്റെ മോട്ടർ ഓടണം, അതാ വേണ്ടത്. അത് ഓടാൻ വെള്ളം വീണാൽ മതി. അതിന് വേറെ ചിലവൊന്നുമുള്ള കാര്യമല്ല യഥാർത്ഥത്തിൽ. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ കേരളത്തിൽ യഥാർത്ഥ ജലവൈദ്യുത പദ്ധതി എന്ന് വരുമ്പോൾ പിന്നെ അതിൻ്റെ മെയിൻ്റനൻസിന് കാശാവും, പിന്നെ ട്രാൻസ്മിഷൻ അതിനും പൈസയാവും. ഇതൊഴിച്ചാൽ ബാക്കിയുള്ള കാര്യത്തിന് ഈ വേറെ ഒന്നും വേണ്ട, റോ മെറ്റീരിയൽ ഒന്നും വാങ്ങിക്കണ്ട. ഇപ്പോൾ കൽക്കരി ആണെങ്കിൽ പണം കൊടുത്ത് താപവൈദ്യുതിക്കാണെങ്കിൽ അത് വാങ്ങിക്കണം. ഇത് ഈ വെള്ളം പണം കൊടുത്ത് വാങ്ങിക്കേണ്ട കാര്യമില്ല. വെള്ളം താൻ പ്രകൃതി ഇഷ്ടം പോലെ കനിഞ്ഞ് അനുഗ്രഹിച്ച് തന്നേക്കുന്നതാണ്. വെള്ളം കാരണം നമുക്ക് ഉപദ്രവമല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഇത് വരുന്ന ഉടനെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ലാഭത്തിൽ കറണ്ട് കൊടുക്കാവുന്നതാണ്. പക്ഷേ നമ്മുടെ KSEB നഷ്ടത്തിലാണ്. അതിൻ്റെ കാരണം എന്താണ്? KSEBയിലെ ഒരു ഡ്രൈവർക്ക് പോലും ശമ്പളം ഞാൻ കേട്ടിട്ടുണ്ട് ലക്ഷത്തിന് മേളിലാണ് ശമ്പളം. 1,00,000 രൂപയ്ക്ക് മേളിൽ സാലറി വാങ്ങിക്കും. അതാ കാര്യം. അങ്ങനെയുള്ള ഏതായാലും ഈ ഒരു തോന്നിവാസം പോലെ അവിടെ ശമ്പള സ്കെയിലുമൊക്കെ നടപ്പാക്കി വലിയ ശമ്പളമൊക്കെ കൊടുത്ത് ആളുകളെ ഇരുത്തിയേക്കുകയാണ്. അതിൻ്റെ കൂടാണ് ഇപ്പോൾ ഈ ഡയറക്ടർമാർ അത്യാവശ്യമാണ്, ഇവരെ ഡയറക്റ്റ് ചെയ്യണമല്ലോ. ഡയറക്ടർ ബോർഡിനകത്ത് ഒരു 3 പേരെ തിരഞ്ഞെടുക്കണം. ആ തിരഞ്ഞെടുക്കുന്നതിനാണ് 24 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ചിലവാക്കിയിരിക്കുന്നത്. ഇതൊന്ന് ആലോചിക്കണം നമ്മൾ. ഇതുപോലെ പോയാൽ ഈ സ്ഥാപനം എങ്ങോട്ട് പോകും? ഇനി ഇതിന് ഓരോരുത്തരെ തിരഞ്ഞെടുക്കാനും ഇവർക്ക് തോന്നുമ്പോൾ അതിനെല്ലാം ഈ പറയുന്നത് പോലെ ഈ ബോർഡിന് കാശ് കൊടുത്ത് ഇതുപോലുള്ള പണി ചെയ്യണം. അതാ വേണ്ടത്. ഇങ്ങനെ തന്നെ നടക്കണം. എന്നാലേ കേരളത്തിലുള്ള ദരിദ്ര നാരായണന്മാർ വീണ്ടും കുഴിയിലേക്ക് കൂപ്പുകുത്തത്തുള്ളൂ. അവരെ ഉണ്ടല്ലോ പിച്ചച്ചട്ടി ഇടിപ്പിക്കണം, എന്നിട്ടേ വിടാവൂ കേട്ടോ.